നമുക്കിന്ന് CPT യൂറിനറി സിസ്റ്റത്തിൽ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത് 5 സീരീസ് കോഡുകളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 5 സീരീസിലെ 1-2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് പോകാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഡു യു റിപ്പോർട്ട് ബൈലാറ്ററൽ കെഡാവർ ഡോണർ നെഫ്രക്ടമി വിത്ത് കോൾഡ് പ്രിസർവേഷൻ? അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞു, ആദ്യം ഇത് ഏതെങ്കിലും എലിമിനേഷൻ ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കോഡുകളിലേക്ക് പോകണം അല്ലേ. ഇതാണ് നമ്മുടെ കോഡുകൾ 50300320 അല്ലേ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊരു കെഡാവർ ഡോണർ ആണെന്ന്. അപ്പോൾ നമുക്കൊരു ഡോണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ലിവിങ് ഡോണറും ഉണ്ടാവും, കെഡാവർ ഡോണറും ഉണ്ടാവും. ലിവിങ് എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിയിൽ നിന്നുമാണ് എടുക്കുന്നതെന്നും കെഡാവർ എന്ന് പറയുമ്പോൾ അത് മരിച്ച വ്യക്തിയാണെന്നാണ്. അപ്പോൾ ഇവിടെ കെഡാവറിന് വേറെ കോഡ്, ലിവിങ്ങിന് വേറെ കോഡ് തന്നെയുണ്ട്. 503000 നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, അതിൽ കെഡാവറിന് എടുത്ത് പറയുന്നുണ്ട്. 320ൽ ലിവിങ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കെഡാവർ ആണെങ്കിൽ ഇനി നമുക്ക് ലിവിങ്ങിൻ്റെ കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്കപ്പോൾ 50320 എലിമിനേഷൻ ചെയ്യാം, ബി ഓപ്ഷൻ കളയാം. നെക്സ്റ്റ് 50300 കെഡാവറിൻ്റെ ആണെങ്കിലും ആ കോഡിൻ്റെ ലാസ്റ്റ് ലൈനിൽ തന്നെ യൂണിലാറ്ററൽ ഓർ ബൈലാറ്ററൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കോഡിൽ തന്നെ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ വീണ്ടും അത് ബൈലാറ്ററൽ എന്നാണ് കാണിക്കാൻ 50 എന്ന് പറയുന്ന മോഡിഫയർ കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. ഒരു കോഡിൽ തന്നെ പറഞ്ഞാൽ അത് വീണ്ടും നമ്മൾ 50 കാണിക്കേണ്ട. അപ്പോൾ 50 ഇട്ട ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ പറയുന്ന നെഫ്രക്ടമീൻ്റെ അല്ലെങ്കിൽ ഡോണർ നെഫ്രക്ടമീൻ്റെ കോഡുകളുള്ളത് 50300 ആണ്. അതിൽ 50 വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ലിവിങ് ഡോണർ ആണ് എന്നുള്ളത് കൊണ്ട് ബി എം എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ നമുക്കതിൽ ഏറ്റവും ആപ്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാ? 50300 ആണല്ലേ. സോ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 50300. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഒരു കോഡ് ബണ്ടിൽഡ് വിത്ത് ബൈലാറ്ററൽ എന്നുള്ള 50 കോഡ് ബണ്ടിൽഡ് വിത്ത് ബൈലാറ്ററൽ ആണെങ്കിൽ പിന്നെ വീണ്ടും ആ കോഡിൽ 50 ഇട്ട് കണ്ടാൽ നിങ്ങൾക്ക് എലിമിനേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെപ്പോഴും ഒന്ന് ഓർമ്മയിൽ വെക്കുക. ബൈലാറ്ററൽ കോഡുകൾ എങ്ങനെ എലിമിനേഷൻ ചെയ്യാമെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് അതുപോലെ തന്നെ മോഡിഫയർ വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളത് ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ പറയുന്നുണ്ട് എന്താണ്, റെനൽ ആട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു എന്നുള്ളതും അതുപോലെ തന്നെ അതോടൊപ്പം പാർഷ്യൽ നെഫ്രക്ടമി ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെനൽ ആട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കോഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ CPT ടെക്സ്റ്റിൽ 50380 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ 50380ൽ റെനൽ ആട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ റീ ഇംപ്ലാന്റേഷൻ ഓഫ് കിഡ്നി എന്ന് പറയുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു പാരന്തസിസിൽ ഒരു നോട്ട് പറയുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയാം, നിങ്ങൾക്കൊരു കോഡിൻ്റെ പാരന്തസിസ് നോട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് പല ഗൈഡ് ലൈനുകളും ചിലപ്പോൾ പാരന്തസിസിലായിരിക്കും തരുന്നത്. അപ്പോൾ ഈ ഒരു പാരന്തസിസ് നോട്ടിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഈ ഓട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കൂടെ സെക്കൻഡറി പ്രൊസീജിയറായിട്ട് പാർഷ്യൽ നെഫ്രക്ടമി ഓർ നെഫ്രോലിത്തോട്ടമി ആണെന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി ആയിട്ട് കോഡ് ചെയ്തിട്ട് മോഡിഫയർ 51 കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് റെനൽ ആട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കോഡ് പ്രൈമറി ആയും അതോടൊപ്പം തന്നെ പാർഷ്യൽ നെഫ്രക്ടമി ഓർ നെഫ്രോലിത്തോട്ടമി പറഞ്ഞാൽ അവരെ സെക്കൻഡറി ആയിട്ട് കൊടുത്തിട്ട് 51 കൊടുക്കണം എന്നാണ് പറയുന്നത്. തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മോഡിഫയർ 51 ആണെന്നുള്ളത് ഉറപ്പായി. സോ 59 ഇട്ടിട്ടുള്ള ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ ഓപ്ഷൻ ബി ഇനി വരില്ല എന്ന് ഉറപ്പാണ്. ഇനി നമുക്കുള്ളത് എ ഓർ ബി ആണ്. അതിൽ നമുക്ക് റെനൽ ആട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കോഡ് വരുന്നത് 50380യും അതോടൊപ്പം പാർഷ്യൽ നെഫ്രക്ടമീൻ്റെ കോഡ് വരുന്നത് 50240 ആണ്. ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് 2 പ്രൊസീജിയറുകളാണ് പറഞ്ഞിട്ടുള്ളത്. സോ റെനൽ ആട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ്റെ 50380യും പാർഷ്യൽ നെഫ്രക്ടമിയുടെ 50240യും കൊടുത്തിട്ട് 51 ഇട്ട ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തത്. സോ നമുക്ക് ഓപ്ഷൻ സി സെലക്ട് ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമ്മൾ CPT കോഡുകൾ എടുക്കുമ്പോൾ അതിൻ്റെ പാരന്തസിസിലുള്ള നോട്ടുകൾ വായിക്കുന്നത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.